ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ പരിസര മലിനീകരണത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരി, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ സാർ എഴുതിയ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും എന്ന് തുടങ്ങുന്ന ഈ കവിത നമ്മൾ ഏവരും കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ പൂർവികർ സംരക്ഷിച്ചു വന്ന നമ്മുടെ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത വിധം മലിനമാക്കിയിരിക്കുന്നു. പരിസര മലിനീകരണം പ്രധാനമായും 3 തരത്തിലാണുള്ളത്: വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം. വായു മലിനീകരണം: ഫാക്ടറിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുക വായു മലിനീകരണത്തിന് കാരണമാകുന്നു. ഇത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂട്ടുന്നു. അത് ആഗോളതാപനത്തിന് വഴിയൊരുക്കുന്നു. ശുദ്ധവായു ലഭിക്കാതെ വരിക, ആസിഡ് മഴ പെയ്യുക, ഓസോൺ പാളിക്ക് വിള്ളൽ വീഴുക. ഇതൊക്കെയാണ് വായു മലിനീകരണത്തിന്റെ ദുരന്ത ഫലങ്ങൾ. പരിഹാരം: കൽക്കരി, ക്രൂഡ് ഓയിൽ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. പകരം സൗരോർജം ഉപയോഗിക്കുക. ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഫാക്ടറിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ അളവ് നിയന്ത്രിക്കുക. ജലമലിനീകരണം: ഫാക്ടറിയിൽ നിന്നും വീടുകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ശുദ്ധജലവുമായി കലരുന്നതാണ് ഇതിന് കാരണം. കുടിക്കാനും കുളിക്കാനും മറ്റ് കൃഷി ഉപയോഗത്തിനൊക്കെ ശുദ്ധജലം കിട്ടാതെ വരിക. കുളങ്ങളും കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. മണ്ണ് മലിനീകരണം: പരിസര ശുചിത്വമില്ലാത്തതാണ് ഇതിന് കാരണം. വീടുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് കൊണ്ടാണ്. ഇതിലെ പ്രധാന വില്ലൻ പ്ലാസ്റ്റിക് ആണ്. ഇത് മണ്ണിലേക്ക് നടന്ന് മണ്ണിനെയും ജലത്തിലേക്ക് നടന്ന് ജലത്തിനെയും ജലജീവികൾക്കും ഇത് കത്തിക്കുന്ന മൂലം വായു മലിനീകരണത്തിനും കാരണമാകുന്നു. പരിഹാരം: മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെയും അജൈവ മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗത്തിനും ശ്രമിക്കുക. മാലിന്യ സംസ്കരണത്തിലെ 3 Rകളും മറക്കരുത്: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അതായത് കുറയ്ക്കുക, പുനരുപയോഗിക്കുക, പുനരുൽപ്പാദിപ്പിക്കുക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക. ഉള്ളത് പുനരുപയോഗിക്കുക, അത് തന്നെ പുനരുൽപ്പാദിപ്പിക്കുക. കൂട്ടുകാരെ, പരിസര മലിനീകരണ വിപത്ത് നമ്മളെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലായല്ലോ. നമ്മളും ഇത് തടയാൻ മുന്നോട്ട് വരണം. സ്കൂളും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. വീടുകളിലെ സ്കൂളുകളിലെയും അജൈവ മാലിന്യങ്ങൾ കളയാതെ സർക്കാർ സംവിധാനമായ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. പരിസര മലിനീകരണം നിയന്ത്രിക്കാനും തടയാനും നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.